ഇന്നും ഞാൻ രാവിലെ നോർമലായി ഞാൻ ചോദിച്ചിട്ട് 4 മണിക്ക് ഇറങ്ങി കരയായിരുന്നു. ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്, നമുക്ക് വേറെ അവളിവിടെ താഴെ കിടക്കും, ഞാനിവിടെ കിടക്കും. ഞാൻ നോക്കും എൻ്റെ ഭാര്യ അപ്പൊ ഞാൻ ഇരിക്കാൻ എൻ്റെ ഭാര്യയെ കാണാനില്ല. അവിടെ കിടക്കില്ല, കത്തിച്ചു തീർത്തു. ഇങ്ങനെയുള്ള അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവളാണ് ഒരു കടയപ്പൈ മുന്നോട്ട് കിട്ടുന്നതിന് ജോലി ചെയ്യാൻ വയ്യ. എന്റെ സഹോദരനാണ്. അതൊക്കെ സാറിന് അറിയാം, എല്ലാം അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഇവരെ ഇത് മീഡിയ വഴി എല്ലാം വന്നില്ലേ, ഇതെല്ലാം ഇവിടുത്തെ കുടുംബത്തിലെ കാര്യം എല്ലാം സാറിന് അറിയാം, ഇവിടുത്തെ നമ്മുടെ ബുദ്ധിമുട്ടും അറിയാം. ഞാൻ വിളിച്ചതാ സാർ, 2 ദിവസം ഞാൻ വിളിച്ചതാ. ഞങ്ങൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ അവിടെ വരുവാണെങ്കിലും ചിത്തി ഉറങ്ങത്തില്ല. ഇങ്ങനെ കറങ്ങി നടക്കില്ല. ഒരു നല്ല വ്യക്തിയായിരുന്നു, ഞാനിപ്പോഴും പറയാം, നല്ല വ്യക്തിയായിരുന്നു. 100% സത്യത്തിന്റെ കൂടെ പുറത്തുള്ളൂ. ഞാൻ എന്തെങ്കിലും കൊനസ്റ്റ് പറഞ്ഞാലും എന്റെ ഭാര്യ അതിനൊന്നും ഒരു അണുനില വ്യതിചലിക്കത്തില്ല. അത് സത്യത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഇവിടെ ഈ TV-ക്കകത്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ പോകുമല്ലോ, ഏതാ മണിനടി പോകും, ടണലിനടിയിലും പോകും. അപ്പോഴും ഇവിടെ എൻ്റെ അടുത്ത് പറയുന്നറിയോ, എനിക്ക് മക്കളുണ്ടല്ലോ, അതിനെ രക്ഷപ്പെടുത്തിയോ കിട്ടിയോ എന്നുള്ള ഒരു ആവരാതിയിൽ നിൽക്കുന്ന, അതാ ഞാൻ പറയും, 100% സത്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ ഭാര്യയായിട്ടൊന്നും പറയല്ല, സത്യമായിട്ട് ഈ നാട്ടുകാർക്കൊക്കെ അറിയാതെ. അപ്പോൾ ഈ മരണം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ തീർച്ചയായും ഇപ്പം എൻ്റെ മനസ്സിൽ കൂടി എത്തത്തില്ല. മരിച്ചത് ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് പറഞ്ഞത്. മക്കളും അങ്ങനെ തന്നെ, മക്കൾക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അവർക്ക് അത്രയും പക്വതയില്ല. ആ പക്വത കുറവായതുകൊണ്ട് അവർക്ക് അമ്മ മരിച്ചു പോയ വേർപാടിൽ അവർ എപ്പോഴും തളർന്ന് അവിടെ കുത്തിക്കിടക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കും, ഞാൻ ഒറ്റപ്പെട്ടു പോയി. എനിക്ക് ഒരു അത്താണിയുള്ളത് എൻ്റെ ഭാര്യയായിരുന്നു. ഏത് കാര്യത്തിനും വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകളില്ല, എല്ലായിടത്തും. അത് ചെറിയ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം. ഞാൻ ഇന്ന് 4 മണിക്ക് എണീച്ചു. ഇപ്പോഴേ ഞാൻ നോർമലാവുന്നത്. ഇന്നലെ കണ്ട കുടിച്ചത് ഞാൻ അതും കൂടി നടക്കി. 4 മണിക്ക് ഇറങ്ങി ഞാൻ കരയുക. ഞാൻ ബാക്കിലോട്ട് നോക്കിയ ഞങ്ങൾ കട്ടിലൊന്നും അല്ല കിടക്കുന്നത്, സ്ഥലമില്ല, സ്ഥലപരിമിതിയിലായി വീട്. ഈ 2 കുഞ്ഞു മുറി, ഈ ഒരു ഹാളേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ കിടക്കും, ഈ എൻ്റെ ഭാര്യ ബിന്ദു ഇവിടെ കിടക്കും. ഞാൻ തിരിഞ്ഞു നോക്കുക. അപ്പൊ ഈ പെങ്ങന്മാർ എൻ്റെ കൂട്ടത്തിലാണ് കിടന്നത്. എൻ്റെ മൂത്ത പെങ്ങൾ, ഞങ്ങൾ 3 പേരുടെ ഇവിടെ കിടക്കുന്നത്. അമ്മ അപ്പുറത്ത് കിടക്കുന്നു, ചേട്ടത്തി അവിടെ കിടക്കുന്നു. അങ്ങനെയൊക്കെ കിടക്കും. ഞാനെൻ്റെ ബാഗിൽ നോക്കി. ഇവിടെ നിന്നും രാവിലെ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുക്കളയിൽ കയറി കടയിലോട്ട് പോകാനുള്ള തിത്രപ്പാടിലുള്ള ഭക്ഷണം ഉണ്ടാക്കി എനിക്കും എന്തെങ്കിലും തരും. ഞാനും അത് കഴിച്ചിട്ട് നമ്മുടെ സഞ്ചി എടുത്തിട്ട് നമ്മുടെ കൂലിപ്പണിക്ക് പോവുകയാണ്. എന്റെ കയ്യില് ഇത് കിടക്ക് നേരത്തെ ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു, സിമെന്റ്. അത് ഞാൻ അന്ന് സ്മോക്കൊക്കെ ചെയ്യും. നമ്മുടെ ആദ്യകാല സഹാവിന്റെ മകനാണ് ഇദ്ദേഹത്തിന്റെ ആത്മമിത്ര. ആ, അത് ഇന്നലെ എന്റെ കൂടെ എന്റെ ഒരു പറയുന്ന ഇടത്തെ വലത്തെ കൈയാന്ന് പറയാം പുള്ളിക്കാരന്. അന്ന് ഞാൻ വൈക്കസാറിന്റെ പറഞ്ഞില്ലേ, വൈക്കസാറിന്റെ കുറച്ച് ഇടി മേടിച്ചതാ അവന്റെ അപ്പൻ. എന്റെ അടുത്ത് ഇപ്പോഴും പറയും, പാർട്ടിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയുന്നത്. തോമസ് എന്ന് പറയുന്ന പണ്ട് ഇടി മേടിച്ചതാ. വൈക്കസാറിന്റെ കൂട്ടത്തിൽ പണ്ട് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ഇങ്ങോട്ട് ഇടി മേടിച്ചതാ. ഒന്നും ഉണ്ടാക്കിയില്ല പാർട്ടി. സീതമ്മാളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഇതൊന്നും പറയണ്ട. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം വിളിക്കാൻ പോകുന്ന പാർട്ടി വരില്ല. അമ്മ അവിടെ പോയിരിക്കും. വൈക്കത്ത് ശാന്തയ്ക്കാന്നാണ് പറഞ്ഞു. അതെ, നമുക്ക് അതാദ്യം നടത്താം. തിങ്കളാഴ്ച അതതിൽ നടന്നത്. പിന്നെ ഞാനൊരു കാര്യം കൊണ്ട് മുന്നോട്ട് പോയി. സാറിൻ്റെ ത്യാഗം പറയുക, എൻ്റെ മോന് ഈ ഒരു ജോലി അവൻ പഠിച്ച രീതിയിൽ കിട്ടാൻ അവന് അത് സാറ് വളരെ നല്ലോണം പരിഹരിക്കണേ. അത് അത്യാവശ്യ കാര്യമാണ്. കാരണം ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് അവൻ രക്ഷപ്പെട്ടെങ്കിലേ കുടുംബം. അപ്പം അവിടെ ഒരു താൽക്കാലിക ജോലിയോ ഒരു സാറേ ഇല്ല. അത് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കണം കേട്ടോ. മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച്, മുഖ്യമന്ത്രി നമ്മളോട് അനുകൂലം. അത് എനിക്കറിയാം, ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് നിങ്ങൾ എല്ലാവരും കൂടി
എനിക്ക് എൻ്റെ മോന് ഒരു സ്ഥിരം ജോലി, അത് ബിടെക് എഞ്ചിനീയർ പാസ്സായി നിൽക്കുക, സിവിൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ പാസ്സായി. അപ്പം വേറെ ഒരു മാർഗ്ഗമില്ല, നമ്മൾ ഇനി ഒരു വാതിലും തട്ടണ്ട. അപ്പം ഗവൺമെന്റിന്റെ ഏതെങ്കിലും സംവിധാനത്തിൽ പിന്നെ മറ്റ് സാമ്പത്തിക സഹായം കൂടെ ഗവൺമെന്റിലേക്ക് ആലോചിക്കുന്നുണ്ട്. സംസാരിച്ച് അതിന് പിന്നെ മിനിസ്റ്റർ ഒരു കാര്യം കൂടെ, ഈ വീട് നവീകരിക്കാൻ എത്ര രൂപ വേണം? ആ രൂപയുടെ കണക്ക് ഇന്ന് നമ്മുടെ കരാറാരാ ചെയ്യുന്നാരാ? അജി അജി എന്ന് പറഞ്ഞാൽ അജി അറിയാം, ഇപ്പൊ 10 മണിക്ക് വരും. അജി അറിയാം? ഇല്ല, അറിയത്തില്ല. അജി എന്ന് പറഞ്ഞ ഒരാൾ കൂടെ വരും, എന്തെല്ലാം വേണോ അതെല്ലാം പറഞ്ഞു പൈസ നോക്കണ്ട. അത് മുഴുവൻ അജി അറിയുമല്ലോ. അപ്പം മുഴുവൻ കാര്യത്തിനുള്ള പണി എന്ന് ആരംഭിക്കണം, നാളെ ആരംഭിക്കണം. അത്രത്തോളം അല്ലെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞത് അതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് എന്താണോ വേണ്ടത് അത് ഞങ്ങൾ ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ മന്ത്രി സംസാരിച്ചു. അമ്മയ്ക്ക് ഇന്നലെ അമ്മയോട് പറഞ്ഞല്ലോ മന്ത്രി, സാറേ, ബിന്ദു മിനിസ്റ്റർ പറഞ്ഞില്ലേ? അല്ല സാറേ, ഈ അമ്മയെന്ന് പറയുന്നത് ബിന്ദുവിന്റെ അവസാന വാക്കാണ്. ബിന്ദു എന്തെങ്കിലും പറഞ്ഞാല് അത് അമ്മയ്ക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഈ മരണം അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല. വിളിച്ചു പറയുന്നത് ആരാണ്ട് ഒരു തള്ള വിളിച്ചു പറഞ്ഞായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞില്ല. ബിന്ദു മരിച്ചത് മോള് നമുക്ക് മോള് എല്ലാവരുടെ വേണ്ട മോള് അത് ഞാൻ ഇപ്പോഴും പറയില്ല. മോന് ജോലി അവൻ പഠിച്ച എവിടെങ്കിലും ഒരിടത്ത് അവന് സ്ഥിരം ജോലി, അതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് സ്ഥിരം ജോലി അവൻ പഠിച്ച വീട്ടിൽ കിട്ടാനൊന്നും ഓർത്ത് വെച്ചോളാം. വീട്ടിൽ മാസമാക്കി അവന് കൊടുക്കണേ. ഈ വീടിന് ഒരു അങ്ങനെയൊന്നും വേണമെന്നില്ല. സ്ഥിര ജോലി അവന് കൊടുക്കണേ. അവിടെ മീഡിയ പാടില്ല. അമ്മ അമ്മയെ അമ്മ ഇരിക്കാൻ ഞങ്ങളിറങ്ങട്ടെ. അമ്മ ഇരിക്കാവോ? അമ്മയോട് കൊടുക്കല്ലോ. ഞങ്ങൾ 2 പെങ്ങന്മാരും 4 ആണുങ്ങളും. പിന്നെ എൻ്റെ മോനൊക്കെ ഇവിടെ ഉണ്ട്.